ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ ഉണ്ട് സുവോളജിയിൽ. അപ്പോൾ ആ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മളൊരു 10-15 മിനിറ്റ് കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, നോക്കിക്കോളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ എടുക്കാൻ പോകുന്ന ക്ലാസ്സിൻ്റെ നോട്ട്സൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണാണുള്ളതെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് CM അക്കാഡമി എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ആപ്പിൽ നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. അവിടെ നമ്മൾ ഈ പറയുന്ന നോട്ടുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതല്ല നിങ്ങൾ ഐഫോണാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ പറയുക, മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന കാര്യമാണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. അവിടെയും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ലഭ്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമ്മൾ ചാപ്റ്റർ തുടങ്ങുകയാണ്, നോക്കിക്കോളൂ. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യമാണ് ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിന് 2 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ് 2 പാർട്സ്? സെൻട്രൽ നെർവസ് സിസ്റ്റം CNSഉം പിന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം PNSഉം. ഈ CNSനെ നമ്മൾ 2 ആക്കി തിരിക്കും. ഒന്ന് ബ്രെയിൻ ആണ്, മറ്റൊന്ന് എന്താ, സ്പൈനൽ കോഡാണ്. PNSനെയും 2 ആക്കി തിരിക്കും. ഒന്ന് സൊമാറ്റിക് നെർവസ് സിസ്റ്റം അഥവാ SNSഉം, അടുത്തത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അഥവാ ANSഉം. ANSന് വീണ്ടും 2 പാർട്സ് ഉണ്ട്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, പിന്നെ എന്തുണ്ട്, പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, എന്നിട്ട് നോക്കുക. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, നെർവ് ഫൈബേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാണ് മക്കളെ അഫറൻറ്റ് ഫൈബേഴ്സും, രണ്ടാമത്തതോ എഫറൻറ്റ് ഫൈബേഴ്സും. ഓക്കെ, അഫറൻറ്റ് ഫൈബേഴ്സ് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ടിഷ്യൂസ് ഓർ ഓർഗൻസ് ടു CNS. ടിഷ്യൂസ് ഓർ ഓർഗൻസിൽ നിന്ന് CNSലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ആര്? അഫറൻറ്റ് ഫൈബേഴ്സ്. എന്നാൽ എഫറൻറ്റ് ഫൈബേഴ്സ് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം CNS ടു ടിഷ്യൂസ് ഓർ ഓർഗൻസ്. തിരിച്ച് CNSൽ നിന്നും ടിഷ്യൂസ് ഓർ ഓർഗൻസിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ആര്? എഫറൻറ്റ് ഫൈബേഴ്സ്. അടുത്ത് നമ്മൾ പഠിക്കണം, PNS 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സൊമാറ്റിക് ആണ്, മറ്റൊന്ന് ഓട്ടോണോമിക് ആണ്. നമ്മൾ പറഞ്ഞു SNSഉം ANSഉം. സൊമാറ്റിക് ട്രാൻസ്മിറ്റർ ഇമ്പൾസസ് ഫ്രം CNS ടു സ്കെലിറ്റൽ മസിൽസ്. CNSൽ നിന്നും സ്കെലിറ്റൽ മസിൽസിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ആര്? സൊമാറ്റിക്. അഥവാ വോളണ്ടറി മൂവ്മെൻറ്റ്സ് ആണ് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. എന്നാൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഇമ്പൾസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുക CNSൽ നിന്നും സ്മൂത്തും കാർഡിയാക് മസിൽസിലേക്കുമാണ്. സ്മൂത്ത് മസിൽസിലേക്കും കാർഡിയാക് മസിൽസിലേക്കും, അഥവാ ഒരു കൺട്രോൾ ചെയ്യുക എന്താ, ഇൻവോളണ്ടറി ഫങ്ഷൻസ് ആണ്. ഓക്കെ, അടുത്ത നോക്കൂ. ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ന്യൂറോണിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫിഗർ നിർബന്ധമായിട്ടും പഠിക്കണം. സെൽ ബോഡി, ആക്സോൺ, ഡെൻഡ്രൈറ്റ്, ഇതാണ് മെയിൻ 3 പാർട്സ്. അത് മാത്രമൊന്നല്ല. ഓക്കെ, സെൽ ബോഡീൻ്റെ കളർ ഗ്രേ കളറാണ്. ഓക്കെ, പഠിച്ചു വെക്കണം കേട്ടോ. സെൽ ബോഡീൻ്റെ കളറ് ഗ്രേ കളറാണ്. അതേപോലെ മൈലിൻ ഷീത്ത് ഉണ്ട്. ഓക്കെ, മൈലിൻ ഷീത്തിൻ്റെ കളർ എന്താ, മൈലിൻ ഷീത്തിൻ്റെ കളർ വൈറ്റ് കളറാണ്. അതും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നമ്മളിവിടെ കൊടുത്തിട്ടില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ വരച്ച് പഠിക്കണ്ട, അത് ലേബൽ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത നോക്കുക. പിന്നെ നമ്മൾ പറയാം ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറോൺസ്. ന്യൂറോൺസിന് നമ്മൾ 2 അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ആക്സോൺ ആൻഡ് ഡെൻഡ്രൈറ്റ്. ഓക്കെ, ആക്സോണിൻ്റെ ഡെൻഡ്രൈറ്റിൻ്റെ എണ്ണത്തിനനുസരിച്ച് ന്യൂറോണുകൾ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ 3 ടൈപ്പ്? യൂണിപോളാർ ന്യൂറോൺ, ബൈപോളാർ ന്യൂറോൺ, മൾട്ടിപോളാർ ന്യൂറോൺ. എന്താ യൂണിപോളാർ ന്യൂറോണിൻ്റെ പ്രത്യേകത? 1 ആക്സോൺ ആൻഡ് നോ ഡെൻഡ്രൈറ്റ്. യൂണിപോളാർ ന്യൂറോണിന് 1 ആക്സോൺ ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഇല്ല. ഓക്കെ, അതിന് എക്സാമ്പിൾ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ എംബ്രിയോണിക് സ്റ്റേജ്. അത് എപ്പോൾ മാത്രമേ കാണപ്പെടുള്ളൂ? എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രം. അടുത്തത് ബൈപോളാർ ന്യൂറോണാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? 1 ആക്സോൺ ആൻഡ് 1 ഡെൻഡ്രൈറ്റ്. 1 ആക്സോണും 1 ഡെൻഡ്രൈറ്റുമാണ് എവിടെ ഉള്ളത്? ബൈപോളാർ ന്യൂറോണിലുള്ളത്. എക്സാമ്പിളാണ് മക്കളെ റെറ്റിന ഓഫ് ഐ. ഓക്കെ, കണ്ണിൻ്റെ ഉള്ളിൽ റെറ്റിനയിലാണ് ബൈപോളാർ ന്യൂറോൺ കാണപ്പെടുക. അടുത്തത് മൾട്ടിപോളാർ ന്യൂറോൺ ആണ്. അവിടെ 1 ആക്സോൺ ആൻഡ് 2 or more ഡെൻഡ്രൈറ്റ്സാണ്. 1 ആക്സോണും 2ൽ കൂടുതൽ ഡെൻഡ്രൈറ്റുകളും. എക്സാമ്പിൾ എന്താ? സെറിബ്രൽ കോർട്ടെക്സ് ആണെന്ത് എക്സാമ്പിൾ. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് ബേസ്ഡ് ഓൺ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് ഉണ്ടോ ഇല്ലേ എന്നതിനനുസരിച്ച് ന്യൂറോണുകൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മൈലിനേറ്റഡ് ന്യൂറോൺസ് ആണ്, രണ്ടാമത്തതോ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആണ്. മൈലിനേറ്റഡ് ന്യൂറോൺസിൽ മൈലിൻ ഷീത്ത് പ്രസൻ്റ് ആണ്. ഓക്കെ, എല്ലാവർക്കും മൈലിൻ ഷീത്ത് പ്രസൻ്റ് അല്ല, എല്ലാ ന്യൂറോൺസിനും. എന്നാൽ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസിൽ മൈലിൻ ഷീത്ത് ആബ്സെൻ്റ് ആണ്. മൈലിനേറ്റഡ് ന്യൂറോൺസിന് എക്സാമ്പിളാണ് മക്കളെ സ്പൈനൽ ആൻഡ് ക്രാനിയൽ നെർവ്സ്. സ്പൈനൽ നെർവ്സും ക്രാനിയൽ നെർവ്സും, സ്പൈനൽ കോഡിലൂടെയും ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവ്സും. നോൺ മൈലിനേറ്റഡ് എക്സാമ്പിളാണ് സൊമാറ്റിക് ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണ് ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. നോക്കുക, ഇതിന് 3 സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് 3 സ്റ്റെപ്പ്? മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ അഥവാ RMP നമ്മൾ വിളിക്കും. ഓക്കെ, അടുത്തതോ ഇനീഷ്യേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ അഥവാ AP. അടുത്തതോ പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഈ 3 സ്റ്റെപ്പാണ് ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസിലുള്ളത്. അതിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം? ഒരു റെസ്റ്റിംഗ് ന്യൂറോണിൽ 3 കമ്പോണൻസ് ഉണ്ട്. പറയാം മക്കളെ, ഏതൊക്കെ 3 കമ്പോണൻസ്? സോഡിയം ചാനൽ ഉണ്ട്, പൊട്ടാസ്യം ചാനൽ ഉണ്ട്, സോഡിയം പൊട്ടാസ്യം പമ്പ് ഉണ്ട്. പഠിച്ചു വെക്കണം. ഒരു സോഡിയം പൊട്ടാസ്യം പമ്പ് എന്താ ചെയ്യാന്നൊരു
3 Na+നെ ഔട്ട്സൈഡിലേക്കും കൊണ്ടുവരും, 2 K+നെ ഇൻസൈഡിലേക്കും കൊണ്ടുവരും. പഠിച്ചു വെക്കണം കേട്ടോ. സോഡിയം പൊട്ടാസ്യം പമ്പ് 3 Na+നെ പുറത്തേക്കും 2 K+നെ ഉള്ളിലേക്കും കൊണ്ടുവരും. നിങ്ങൾ പഠിക്കണം. ഔട്ട്സൈഡ് ആക്സോപ്ലാസം, ഒരു ആക്സോൺ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗമാണ് ആക്സോപ്ലാസം. അതിൻ്റെ പുറമെയുള്ള കണ്ടീഷൻസ് 3 കണ്ടീഷനാണ്. അവിടെ ഹൈ Na+ ആണ്, ലോ K+ ആണ്, ലോ നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ആണ്. എന്നാൽ ഇൻസൈഡ് ആക്സോപ്ലാസം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്തായിരിക്കും ഓപ്പോസിറ്റ്? ലോ Na+, ഹൈ K+, ഹൈ നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ആണ്. അതിൻ്റെ ഭാഗമായിട്ട് ഔട്ട്സൈഡിലുള്ള ചാർജ് പോസിറ്റീവും ഇൻസൈഡിലുള്ള ചാർജ് എന്തുമാണ്? നെഗറ്റീവ് ചാർജുമാണ്. ഈ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ പോളറൈസ്ഡ് സ്റ്റേറ്റ്. പഠിച്ചു വെക്കണം, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഈ കണ്ടീഷനാണ് നമ്മൾ പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അടുത്ത നോക്കൂ. അടുത്ത നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ ചോദിക്കും. RMP നോക്കിക്കോളൂ. എന്താ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ? ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്ഡ് അക്രോസ് എ റെസ്റ്റിംഗ് ന്യൂറോൺ ഈസ് കോൾഡ്. ഒരു റെസ്റ്റിംഗ് ന്യൂറോണിലൂടെ ഡെവലപ്പ് ചെയ്ത് പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് മക്കളെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ആ സമയത്ത് K+ പുറത്തേക്ക് പോകണോണ്ട് തന്നെ നമ്മൾ പറയും ആ സമയത്ത് K+ൻ്റെ എഫ്ലെക്സ് ആണ് സംഭവിക്കുക. ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ചാർജാണ്. ചാർജ് പുറത്തേക്ക് പോകുന്നതിനെ എഫ്ലെക്സ് എന്ന് വിളിക്കും, ചാർജ് ഉള്ളിൽ കയറുന്നതിനെ ഇൻഫ്ലെക്സ് എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മളോട് ചോദിക്കും ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ എന്താ ചോദിക്കും. ഈ ആക്ഷൻ പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന വേറെ പേരാണ് മക്കളെ നെർവ് ഇമ്പൾസ്. പഠിക്കണം കേട്ടോ. ആക്ഷൻ പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന വേറെ പേരാണെന്ത്? നെർവ് ഇമ്പൾസ്. എന്താ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? അതും ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസാണ്. പക്ഷേ ഇറ്റ് ഈസ് ഡെവലപ്ഡ് അക്രോസ് എ സ്റ്റിമുലസ് അപ്ലൈഡ് സൈറ്റ് ഓഫ് എ ന്യൂറോൺ. ഒരു സ്റ്റിമുലസ് ഉണ്ടായ സ്ഥലത്ത് അപ്ലൈ ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യലാണെന്ത്? ആക്ഷൻ പൊട്ടൻഷ്യൽ ഓർ നെർവ് ഇമ്പൾസ്. അവിടെ Na+ൻ്റെ ഇൻഫ്ലെക്സ് ആണ് എന്ത് ചെയ്യുക? സംഭവിക്കുക. പിന്നെ നമ്മളോട് ചോദിക്കും RMP നിലനിർത്തുന്നത്, റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ നിലനിർത്തുന്നത് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം സോഡിയം പൊട്ടാസ്യം പമ്പാണ്. പറ മക്കളെ, ആരാണ്? സോഡിയം പൊട്ടാസ്യം പമ്പാണ്. ഓക്കെ, അടുത്ത നമ്മൾ പറയുകയാണ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. നമ്മളോട് ചോദിക്കും ദ ഗ്യാപ്പ് പ്രസൻറ്റ് ബിറ്റ്വീൻ പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ഈസ് കോൾഡ്. ഒരു പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെയും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമ്മൾ എന്താ വിളിക്കാൻ ചോദിക്കും. ഓക്കെ, ആ ഗ്യാപ്പല്ല സിനാപ്സ്. ഓക്കെ, ന്യൂറോണുകൾ കൂടിച്ചേരുന്ന ജംഗ്ഷൻ ആണെന്ത്? സിനാപ്സ്. ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് മക്കളെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. പറയാം മക്കളെ, എന്താ വിളിക്കുക? സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. അടുത്ത നമ്മൾ പറയുകയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താണെന്ന് പറയാം കേട്ടോ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ കെമിക്കൽസ് റിലീസ്ഡ് ഫ്രം സിനാപ്റ്റിക് വെസിക്കിൾസ് ആൻഡ് ആർ ഇൻവോൾവ്ഡ് ഇൻ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. ഓക്കെ, സിനാപ്റ്റിക് വെസിക്കിൾസ് നിന്ന് റിലീസ് ചെയ്യുന്ന നെർവ് ഇമ്പൾസുകളുടെ ട്രാൻസ്മിഷന് സഹായിക്കുന്ന കെമിക്കലുകൾ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതിന് എക്സാമ്പിളാണ് മക്കളെ അസിറ്റൈൽ കൊളൈൻ. പറയാം മക്കളെ, എന്താ എക്സാമ്പിൾ? അസിറ്റൈൽ കൊളൈൻ. ഓക്കെ, അടുത്ത നമ്മൾ പറയുകയാണ് ദർ ആർ 2 ടൈപ്സ് ഓഫ് സിനാപ്സ്. സിനാപ്സുകൾ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഇലക്ട്രിക്കൽ സിനാപ്സ് ആണ്, മറ്റൊന്ന് കെമിക്കൽ സിനാപ്സാണ്. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കോളൂ. ഇലക്ട്രിക്കൽ സിനാപ്സിൽ മെംബ്രെയിൻസ് ഓഫ് പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ആർ ഇൻ വെരി ക്ലോസ് പ്രോക്സിമിറ്റി. പ്രീ സിനാപ്റ്റിക് ന്യൂറോണും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണും വളരെ അടുത്താണ് ഇലക്ട്രിക്കലിൽ. എന്നാൽ കെമിക്കലിൽ മെംബ്രെയിൻസ് ഓഫ് പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ആർ നോട്ട് ഇൻ വെരി ക്ലോസ് പ്രോക്സിമിറ്റി. അത്ര തന്നെ എന്തല്ല, അടുത്തല്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ വളരെ അടുത്തായതുകൊണ്ട് തന്നെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്തായിരിക്കും? ആബ്സെൻ്റ് ആയിരിക്കും. ഇവിടെ കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടായതുകൊണ്ട് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്തായിരിക്കും? പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ വളരെ അടുത്തായതുകൊണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ക്രോസ് ചെയ്ത് പോകാനാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വേണ്ടത്. എന്നാൽ ഇവിടെ അത്ര തന്നെ അടുത്തല്ലാത്തതുകൊണ്ട് ഇവിടെ നിർബന്ധമായിട്ടും ആര് വേണം? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ നെസസറി. ഓക്കെ, ഇനി നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഇലക്ട്രിക്കൽ സിനാപ്സ് ആയിരിക്കും ഒന്നും കൂടി ഫാസ്റ്റ്, കെമിക്കൽ ഫാസ്റ്റ് ആയിരിക്കും, പക്ഷേ ഇറ്റ് ഈസ് സ്ലോവർ കമ്പയർഡ് ടു ഇലക്ട്രിക്കൽ സിനാപ്സ്. ഓക്കെ, പിന്നെ നമ്മൾ പറയാം റെയർ ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ ഇത് വളരെ കുറവാണ് ഇലക്ട്രിക്കൽ സിനാപ്സ്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാ? കെമിക്കൽ സിനാപ്സ് ആണ്. ഓക്കെ, അടുത്ത നോക്ക് മക്കളെ. അടുത്ത നമ്മൾ പറയുന്നത് ബ്രെയിനിനെ കുറിച്ചാണ്. ഓക്കെ, ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ലെയറിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ക്രാനിയൽ മെനിഞ്ചസ്. ഈ ക്രാനിയൽ മെനിഞ്ചസ് ഈസ് മേഡ് അപ്പ് ഓഫ് 3 ലെയേഴ്സ്. ഓക്കെ, അതിൻ്റെ ഇന്നർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ ഇന്നർ ലെയറിനെ വിളിക്കുന്ന പേരാണ് മക്കളെ പയാ മാറ്റർ. മിഡിൽ ലെയറിനെ വിളിക്കുന്ന പേരാണ് അരാക്കിനോയിഡ് മാറ്റർ. ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡ്യൂറാ മാറ്റർ. അഥവാ ഉള്ളിലൊരു പാടുണ്ട് എന്ന് ആലോചിക്കുക. എന്താ പാട്? പയാ മാറ്റർ, അരാക്കിനോയിഡ് മാറ്റർ, ഡ്യൂറാ മാറ്റർ. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കണം ബ്രെയിനിൻ്റെ ക്ലാസിഫിക്കേഷൻ. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്താ? ബ്രെയിനിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ, ഫോർ ബ്രെയിന് 3 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാ? സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. മിഡ് ബ്രെയിന് 2 പാർട്സ്. ഏതൊക്കെയാ? സെറിബ്രൽ അക്യൂഡക്റ്റ് ഉണ്ട്, പിന്നെയോ കോർപ്പോറ ക്വാഡ്രിജെമിന. ഹൈൻഡ് ബ്രെയിന് 3 പാർട്സ് ഉണ്ട്. CPM എന്നാലോചിക്കുക. CPM എന്താ? CPM സെറിബെല്ലം, പോൺസ്, മെഡുല്ല ഒബ്ലോങ്കട്ട. ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത നമ്മൾ പറയുകയാണ് സെറിബ്രം. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ. ബ്രെയിനിൻ്റെ വലിയ പാർട്ടാണ് എന്ത്? സെറിബ്രം.
ഓക്കെ, സെറിബ്രത്തിൽ 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്. ആ 2 ഹെമിസ്ഫിയേഴ്സിനെ കണക്ട് ചെയ്യുന്ന ട്രാക്ട് ഓഫ് നെർവ് ഫൈബേഴ്സ് ഉണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. 1 മാർക്കിന് ചോദിക്കും. 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ കണക്ട് ചെയ്യുന്ന ട്രാക്ട് ഓഫ് നെർവ് ഫൈബേഴ്സിന് എന്താ വിളിക്കാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയണം, അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? കോർപ്പസ് കാലോസം. പറയാം മക്കളെ, എന്താ വിളിക്കുക? കോർപ്പസ് കാലോസം. അടുത്ത നമ്മൾ പറയുകയാണ് സെറിബ്രത്തിന് 2 പാർട്സ് ഉണ്ട്. ഒന്ന് സെറിബ്രൽ കോർട്ടെക്സ് ആണ്, അതിനെ വിളിക്കുന്ന വേറെ പേരാണ് എന്ത്? ഗ്രേ മാറ്റർ. കാരണം അത് ഗ്രേ കളർ ആയിരിക്കും. കാരണം അവിടെ ഫുള്ള് സെൽ ബോഡി ഉണ്ടാവും. സെൽ ബോഡിൻ്റെ കളർ ഗ്രേയാ. അപ്പോൾ സെൽ ബോഡികളെല്ലാം കോർട്ടെക്സിലായതുകൊണ്ട് അവിടെ ഗ്രേ കളറായിട്ട് തോന്നും. എന്നാൽ സെറിബ്രൽ മെഡുല്ലുണ്ട്, അതിനെ വിളിക്കുന്ന വേറെ പേരാണ് മക്കളെ വൈറ്റ് മാറ്റർ. കാരണം അവിടെ വൈറ്റ് കളർ ആയിരിക്കും. കാരണം മൈലിൻ ഷീത്ത് കൂടുതൽ അവിടെ കാണപ്പെടുക. മൈലിൻ ഷീത്തിൻ്റെ കളർ വൈറ്റാ. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ പറയുകയാണ് സെറിബ്രൽ കോർട്ടെക്സിനെ കുറിച്ച്. സെറിബ്രൽ കോർട്ടെക്സിൽ 3 ഏരിയാസ് ഉണ്ട്. ഏതൊക്കെ 3 ഏരിയ? സെൻസറി ഏരിയ, മോട്ടോർ ഏരിയാസ്, അസോസിയേഷൻ ഏരിയാസ്. എന്താ സെൻസറി ഏരിയൻ്റെ പ്രത്യേകത? ദേ കൺട്രോൾ സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻസിനെ കൺട്രോൾ ചെയ്യുക സെൻസറി ഏരിയാസ് ആണ്. മോട്ടോർ ഏരിയാസ് കൺട്രോൾ ചെയ്യുക വോളണ്ടറി മൂവ്മെൻറ്റ്സിനെയാണ്. ഓക്കെ, വോളണ്ടറി മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുക മോട്ടോർ ഏരിയാസ് ആണ്. അസോസിയേഷൻ ഏരിയാസിന് 3 ഫംഗ്ഷൻസ് ഉണ്ട്. എന്തൊക്കെ 3 ഫംഗ്ഷൻ? ഇൻ്റർ സെൻസറി അസോസിയേഷൻ, മെമ്മറി, കമ്മ്യൂണിക്കേഷൻ. ഈ 3 ഫംഗ്ഷൻ എടുത്ത് ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണ് സെറിബ്രൽ മെഡുല്ല ഒറ്റയ്ക്കൊരു ഫംഗ്ഷൻ അല്ല. സെറിബ്രൽ മെഡുല്ല 2 സ്ട്രക്ചറുമായിട്ട് കൂടിച്ചേരും. സെറിബ്രൽ മെഡുല്ല കൂടിച്ചേരുന്ന ഒരു സ്ട്രക്ചറിൻ്റെ പേരാണ് മക്കളെ അമിഗ്ഡാല. എൻ്റെ കൂടെ എന്ന് പറയട്ടോ, എന്താ പേര്? അമിഗ്ഡാല. മറ്റൊന്നിൻ്റെ പേരാണ് ഹിപ്പോ ക്യാമ്പസ്. അങ്ങനെ അവരും കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു സ്ട്രക്ചറിൻ്റെ പേരാണ് മക്കളെ ലിംബിക് സിസ്റ്റം. എന്താ വിളിക്കുക? ലിംബിക് സിസ്റ്റം. ആ ലിംബിക് സിസ്റ്റവും ഹൈപ്പോതലാമസും കൂടി ചേർന്നിട്ട് 2 ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നു. എന്തൊക്കെയാണ് 2 ഫംഗ്ഷൻ? പഠിച്ചു വെക്കണം. ഒന്ന് റെഗുലേഷൻ ഓഫ് സെക്ഷൽ ബിഹേവിയർ ആണ്, ലൈംഗികത്വം നിയന്ത്രിക്കുക. രണ്ടാമത്തതോ എക്സ്പ്രഷൻ ഓഫ് ഇമോഷണൽ റിയാക്ഷൻസ്, ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യിപ്പിക്കുക. ഏതൊക്കെയാണ് ഇമോഷൻസ്? എക്സൈറ്റ്മെൻറ്റ്, പ്ലഷർ, റേജ് എന്ന് പറഞ്ഞാൽ ദേഷ്യം, പിന്നെ ഫിയർ, മോട്ടിവേഷൻ, ഇത്തരം ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് തലാമസ്. എന്താ തലാമസിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ദ മേജർ കോർഡിനേറ്റിംഗ് സെൻറ്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ്. സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന സെൻറ്ററാണെന്ത്? തലാമസ്. ഹൈപ്പോതലാമസ് 2 ഫംഗ്ഷൻസ് ആണ് കൺട്രോൾ ചെയ്യുക. എന്തൊക്കെയാ? ബോഡി ടെമ്പറേച്ചറും ഏർജ് ഫോർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്ങും. തിന്നാനും കുടിക്കാനുള്ള ത്വര, അതേപോലെ ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണ് മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനിലൂടെ പാസ് ചെയ്യുന്ന കനാലിൻ്റെ പേരാണ് മക്കളെ സെറിബ്രൽ അക്യൂഡക്റ്റ്. ഓക്കെ, അവിടെ കാണപ്പെടുന്ന 4 റൗണ്ട് സ്വെല്ലിങ്സ് ഉണ്ട്. 4 റൗണ്ട് ഷേപ്പ്ഡ് സ്വെല്ലിങ്സ് ഉണ്ട്, പൊള്ളച്ച് നിൽക്കുന്ന ഭാഗം. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? കോർപ്പോറ ക്വാഡ്രിജെമിന. അത് 4 അതുകൊണ്ടാണ് ക്വാഡ് എന്നുള്ള പേര് ഉപയോഗിച്ചത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണ് ഹൈൻ ബ്രെയിൻ. ഹൈൻ ബ്രെയിനിൽ പോൺസ് ഉണ്ട്. പോൺസ് ഇൻ്റർ കണക്ട് ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ബ്രെയിൻ. ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളെ കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? പോൺസ്. ഓക്കെ, അടുത്തത് സെറിബെല്ലമാണ്. സെറിബെല്ലത്തിന് ഒരു കൺവല്യൂട്ടഡ് സർഫസാണ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സർഫസാണ്. എന്തിനാ? ടു പ്രൊവൈഡ് സ്പേസ് ഫോർ അഡീഷണൽ ന്യൂറോൺസ്. ഇവിടെ കുറേ ന്യൂറോൺസിന് ഒക്യുപ്പൈ ചെയ്യാനാണ്. ഓക്കെ, പിന്നെ മെഡുല്ലയാണ്. മെഡുല്ല എപ്പോഴും കൺട്രോൾ ചെയ്യുക ഇൻവോളണ്ടറി ഫംഗ്ഷൻസ് ആണ് കേട്ടോ മക്കളെ. എപ്പോഴും എന്താ കൺട്രോൾ ചെയ്യുക? മെഡുല്ല ഇൻവോളണ്ടറി ഫംഗ്ഷൻസാണ്. എന്തൊക്കെയാണ് ഇൻവോളണ്ടറി ഫംഗ്ഷൻസ്? റെസ്പിറേഷന്, കാർഡിയോ വാസ്കുലാർ റിഫ്ലെക്സസ്, പെരിസ്റ്റാൾസിസ്, വൊമിറ്റിംഗ്, ഗ്യാസ്ട്രിക് സെക്രീഷൻസ്. ഓക്കെ, ഈ പറയുന്ന എല്ലാ ഇൻവോളണ്ടറി ഫംഗ്ഷൻസും കൺട്രോൾ ചെയ്യുക മെഡുല്ലയാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചു വെക്കണം എന്ത്? മിഡ് ബ്രെയിൻ പ്ലസ് പോൺസ് പ്ലസ് മെഡുല്ല. ഈ 3 ആൾക്കാരെ, ഓക്കെ, മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല, ഈ 3 ആൾക്കാരെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് മക്കളെ ബ്രെയിൻ സ്റ്റെം. എന്താ വിളിക്കുക? ബ്രെയിൻ സ്റ്റെം എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു വെക്കണം. അപ്പോൾ നിങ്ങൾ +1 ഒക്കെ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, പല കുട്ടികളും ഇപ്പോഴായിരിക്കും +1 ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ +2 നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പോഴുള്ളൊരു കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാവരുത്. ഓക്കെ, +1 പഠിക്കാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ +2 നിങ്ങൾ ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യരുത്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് +2 നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ട്യൂഷനിലേക്ക് അഡ്മിഷൻ എടുക്കുക. ഓൺലൈൻ ട്യൂഷൻ CM അക്കാഡമിക്ക് അവൈലബിൾ ആണ്. ഓക്കെ, മന്ത്ലി 399 മന്ത്ലി വരുന്നുള്ളൂ. ഓക്കെ, ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആണ്, വിത്ത് എൻട്രൻസ് കോച്ചിങ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ചു പോവുക. ഇതിന് ഏറ്റവും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുക്കുക.